സ്വാമി ഭദ്രാനന്ദ, ഇത് ശബരിമലയിൽ വൻ കൊള്ള നടന്നെന്ന് വ്യക്തമാണ്. ഇത് PS പ്രശാന്ത് തന്നെ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. 2019 നടന്ന സ്വർണ്ണ മോഷണത്തെക്കുറിച്ച് ഞങ്ങളുടെ ബോർഡാണ് പുറത്തു കൊണ്ടുവന്നത്, അതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് ഞങ്ങളാണ് എന്ന് പ്രശാന്ത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതായത് ഈ 2019 മുതലുള്ള കള്ളത്തരങ്ങളാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എത്ര നാളായി ശബരിമലയിൽ ഈ രീതിയിലുള്ള കൊള്ള നടക്കുന്നുണ്ട്? ടോംജി, അത് വലിയൊരു ചോദ്യമാണ് അങ്ങ് ഇപ്പോൾ ചോദിച്ചത്. എനിക്ക് അതിലേക്ക് വരാനാണ് ആഗ്രഹം. കാരണം എത്ര നാളായി ഈ കൊള്ള നടക്കുന്നു എന്ന്, അല്ലെങ്കിൽ എത്ര നാളായി ഈ അഴിമതികൾ ഇതൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നു എന്നുള്ളതാണ് പ്രധാന പോയിന്റ്. അല്ലാതെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു 4, 5, 6 കിലോയുടെ സ്വർണത്തിൻ്റെ ഇതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. എത്ര നാളായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിൽ ഒതുങ്ങുമെന്നറിയില്ല. എങ്കിലും എനിക്ക് ഒരു വലിയൊരു കാര്യം പറയേണ്ടത്, അവിടുത്തെ ഏറ്റവും വലിയ കൊള്ളക്കാരെന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവിടെ നിയമിച്ചവരോ അല്ല, അവിടുത്തെ തന്ത്രി കുടുംബമാണ്. തന്ത്രി കുടുംബം ഒരു വർഷം തന്നെ 150 കോടിക്ക് മേളിൽ അവർ ദക്ഷിണയും പിന്നെ അല്ലാതെ തന്നെ പല രീതിയിലും ആന്ധ്രാക്കാരുടെയും തമിഴ്നാട്ടുകാരുടെയും ഒക്കെ ദക്ഷിണയായിട്ടും അവരെയൊക്കെ ആചാരങ്ങളുടെ പേര് പറഞ്ഞു പറ്റിച്ചും ഉണ്ടാക്കുന്ന കോടികൾ പ്രോപ്പറായിട്ടൊരു അന്വേഷണമോ ഒരു EDയോ ഒരു ഇൻകം ടാക്സോ ഒന്നും ഇവിടുത്തെ ഒരു സർക്കാരുകളുടെയും നേതൃത്വത്തിൽ ഒരു അന്വേഷണം കൊണ്ടുവന്ന് മറ്റുള്ളവരെ ഏജൻസിയെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ചിട്ടോ ഇല്ല ഒരു കാര്യം. അടുത്തത് ഇവിടുത്തെ പ്രധാന കാര്യം, അവിടുത്തെ താഴികക്കുടം, അത് വിജയമല്യ, ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ പറഞ്ഞ് വിജയമല്യയുടെ പേര് ഇത് ഉപമിച്ചിട്ടുണ്ടായിരുന്നു. വിജയമല്യ 39 കിലോ ഗോൾഡും അതുപോലെ തന്നെ 1900 കിലോ കോപ്പറും അവിടെ കൊടുത്തിട്ട് തിരിച്ച് പകരമായിട്ട് എടുത്തുകൊണ്ട് പോയ എന്തെന്ന് ആരെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഇറിഡിയത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ള അവിടുത്തെ ഇത് താഴികക്കുടം കംപ്ലീറ്റ് എടുത്തിട്ട് പോയി. അതിനുശേഷമാണ് കിങ് ഫിഷർ പോലും മേടിക്കുന്നത്. ഇതൊരു ഇൻ്റർനാഷണൽ വിഗ്രഹ മാഫിയ, ഈ വേർഡ് ഞാനാണ് ആദ്യം ഉപയോഗിക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഇന്നത്തെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഈ പറയുന്ന വിഗ്രഹ മാഫിയയ്ക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ ഞാൻ പ്രസ് മീറ്റ് നടത്തിയതിൻ്റെ പിറകെ രമേശ് ജി വന്ന് ചെയ്തിട്ട് പോയി. എന്നാൽ അത് 550 കോടി രൂപ ഇവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വില മതിക്കുന്ന രത്നങ്ങളും സ്വർണ്ണങ്ങളും അടിച്ചുകൊണ്ട് പോയതുമായി ബന്ധപ്പെട്ട് അതിലൊരു അന്വേഷണമോ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷൻ ചോദിച്ചിട്ട് പോലും ഇവിടുന്ന് നമ്മുടെ പിണറായി സർക്കാർ അന്ന് കൊടുത്തില്ല. അതിനുശേഷം നടത്തിയ നമ്മുടെ ഒരു വലിയ പോരാട്ടം. അപ്പോൾ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രവും ശബരിമലയും ഇതുപോലുള്ള എല്ലാ സാധനങ്ങളിലെയും കൊള്ളയും ഇത് നടത്തുന്നത് ഇവിടുത്തെ വലിയ കുറേ തന്ത്രിമാരും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമാണ്. പിന്നെ അതുപോലെ BJPയിൽ ആ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹം നന്ദു ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ സനാതനികളാണ്, നമ്മൾ ആചാരത്തെ സംരക്ഷിക്കുന്നവരാണ്. നമ്മളുടെ BJPക്ക് ഒരു വലിയ പരമ്പരയുണ്ട്. പ്രത്യേകിച്ച് സംഘത്തിൻ്റെ പാരമ്പര്യത്തിൽ വന്നവർ ചെയ്യുന്നത് ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കലാണ്. ഇന്ന് ഇവിടെ സഖാവാണോ അതോ സംഘാവാണോ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. BJP ഏറ്റവും കൂടുതൽ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ശബരിമലയുടെ പേര് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വ്രണപ്പെട്ടതും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഭക്തരായിട്ടുള്ള, ഇന്ന് SITയിലുള്ളവർ പോലും ഏറ്റവും കൂടുതൽ ശബരിമലയുടെ പേരിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പനെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവിടുത്തെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ തന്ത്രി കുടുംബത്തിൻ്റെ ആ കൊള്ളയെപ്പറ്റി അവർ നടത്തുന്ന ഇതിനെപ്പറ്റി മനസ്സിലാക്കാതെ, ഈ പ്രശാന്ത് എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്. പ്രശാന്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്താണ്? ഇതിപ്പോൾ P ശരൺ എന്ന് പറയുന്ന ആളുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന KP അനിൽകുമാർ എന്ന് പറയുന്ന ആളുണ്ട്. ഇവർക്കൊക്കെ എന്തായിരുന്നു CPM അന്ന് കൊടുത്തത്? അനിൽകുമാറിന് കൊടുത്തത് നവകേരളയുടെ ഒരു കോഴിക്കോടിൽ ഒരു അതിൻ്റെ പന്തൽ കെട്ടാനുള്ള ഉത്തരവാദിത്തമാണ്. സറിൻ്റെ പണി എന്താണ്? DYFIക്കാരുടെ പോസ്റ്റർ ഒട്ടിച്ച് നടക്കലാണ്. എന്നാൽ ഈ പറയുന്ന പ്രശാന്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളത് കൊണ്ടാണോ അതോ ഇതിലെ മുൻ കട്ടതിനെ പറ്റി അറിയിക്കാതിരിക്കാനാണോ ഇനി കട്ടത് നടത്താൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ സമൂഹം മനസ്സിലാക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ടോപ്പിക്കിലേക്കല്ല നമ്മൾ പോവേണ്ടത്. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിലൊരു റിസൾട്ട് വരണം. ഇത്രയും പേര്, നമ്മൾ 5 പേര് ഇവിടെയുണ്ട്, നമ്മൾ 5 പേര് ആത്മാർത്ഥമായി സംസാരിച്ചാൽ, പ്രസ്ഥാനത്തെ നോക്കാതെ ധർമ്മത്തിന് വേണ്ടി നമ്മൾ സംസാരിച്ചാൽ, നിങ്ങളൊന്നും രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിക്കരുത്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി സംസാരിക്കരുത്, ധർമ്മത്തിന് വേണ്ടി സംസാരിക്കണം. നമ്മളുടെ വിലപ്പെട്ട സമയമാണ്. ഇവിടെ ജനങ്ങളെ കോമാളിയാക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ചിന്ത മാറ്റാനോ പാടില്ല. ഇവിടുത്തെ മെയിൻ കാര്യം, അവിടുത്തെ ആദ്യത്തെ തെണ്ടിത്തരം നടന്നിരിക്കുന്നത് അവിടുത്തെ ആചാര ലംഘനത്തിൽ നിന്ന് തുടങ്ങണം. അതാണ് ടോംജി ചോദിച്ച കാര്യം. ഇവിടെ തുടക്കത്തിലെ തട്ടിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ, അവിടെ ഈ താഴ്മൺ കുടുംബം എന്ന് പറഞ്ഞു പേര് നടത്തുന്ന ഈ തട്ടിപ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. ആദ്യത്തെ അവിടെ തട്ടിപ്പ് നടന്നത് എങ്ങനെയാണ്? അവിടെ വർഷത്തിൽ ഒരിക്കൽ തുറക്കേണ്ട
ഒരു സ്ഥലമാണ് ശബരിമല. എന്നാൽ മാസത്തിൽ എല്ലാ ദിവസവും തുറക്കുന്നു, അതുപോലെ തന്നെ 41 ദിവസം ഒരു മാസം നീണ്ടു തുറന്നിരിക്കുന്നു. ആ സമയങ്ങളിൽ അവർക്ക് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം വെച്ചത്. കാരണം ഒരിക്കൽ നട തുറന്നു കഴിഞ്ഞാൽ കബിനി എന്ന് പറയുന്ന പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് നീറ്റിയെടുക്കുന്ന ഭസ്മം കൊണ്ട് അത് മൂടി, മഞ്ഞ പട്ടുകൊണ്ട് മൂടിയിട്ട് അതിൽ രുദ്രാക്ഷവും വെച്ച് കെട്ടി, അതുപോലെ യോഗദണ്ഡും വെച്ച് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമേ തുറക്കാൻ പാടുള്ളൂ. അങ്ങനെ തുറന്നിരുന്നെങ്കിൽ പിന്നെ അവിടെ ആചാര ലംഘനം നടക്കില്ല. അതിൻ്റെ അവകാശി ആരാണ്? അവിടുത്തെ ആദിവാസികളാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന താഴ്മൺ കുടുംബത്തിൽ അയ്യപ്പൻ്റെ അപ്പനാണെന്ന് പറഞ്ഞ് ഈ ആന്ധ്രാക്കാർക്ക് എന്ത് ഇതാണുള്ളത്? അയ്യപ്പൻ കേരളീയനാണ്, അയ്യപ്പൻ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. എന്നാൽ ഇതൊന്നും ഇവിടെ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ കുറേ മിത്ത് കഥകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അതായത് ഭസ്മാസുരനെ വരം കൊടുക്കാൻ വേണ്ടിയിട്ട് പരമശിവൻ വന്നപ്പോൾ ഭസ്മാസുരൻ തിരിച്ച് ചൂണ്ടിയപ്പോഴാണ് ഈ പറയുന്ന അയ്യപ്പൻ ജനിക്കുന്നതിൻ്റെ കഥ ഇവരുണ്ടാക്കി വെച്ചത്. ഇവിടുന്നേ നമ്മൾ തെറ്റ് തിരുത്താനുള്ളതാണ്. അയ്യപ്പൻ ജനിച്ചത് ഹരിഹരപുത്രൻ എന്ന് പറഞ്ഞ് ഇവർ വെച്ചു. ഹരിയുടെയും ഹരൻ്റെയും ഈ നന്ദു എന്ന് പറയുന്നുള്ള BJPയിലെ ആ കുട്ടിയടക്കം പറയണം, ഹരിയും ഹരനും ആണും ചേർന്നാൽ കുട്ടി ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ സനാതന ധർമ്മത്തെ അവിടെ നമ്മൾ അപമാനിക്കുകയല്ലേ? യഥാർത്ഥ ശാസ്ത്രീയ അടിത്തറ അവിടെ ഉണ്ടോ? അവിടെയും ഒരു വലിയ പറ്റിക്കപ്പെട്ട് അവിടെ ഇതിരിക്കുകയാണ്. രണ്ടാമത്, ശിവൻ അഘോരിയാണ്, ധീരനാണ്, ത്രികാലജ്ഞാനിയാണ്, ഭർത്തൃബന്ധം പുലർത്തുന്ന ആ ദമ്പതികളെ പറ്റി നമുക്കറിയാം. പരമശിവനും പാർവതിയെ പറ്റി. പരമശിവൻ ഒരു സ്ത്രീലമ്പളനല്ല. അപ്പോൾ ഭഗവാനെ അവിടെ ഒരു സ്ത്രീ താല്പര്യമുള്ള ഒരാളാക്കി, അതുപോലെ തന്നെ ഒരു ഭീരുവാക്കി. കാരണം ഭസ്മാസുരൻ വിരൽ ചൂണ്ടിയപ്പോൾ അപ്പം തന്നെ ഭഗവാൻ പേടിച്ചോടിയെന്നാണ് ഈ നറേഷൻ. അങ്ങനെ ഓടുകയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു ഇത്രയും വലിയ ദേവങ്ങളുടെ ദേവനായി മാറുക, ഇത്രയും വലിയ ശക്തി സ്വരൂപനായ ഒരു അഘോരിയായി മാറുക? അടുത്തത്, അവിടുത്തെ ഏറ്റവും വലിയ ഈ ഓട്ടത്തിൻ്റെ ഇതിൽ സെൻട്രൽ ഇൻ്റലിജൻസിന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് വിഷ്ണു മോഹിനി വേഷത്തിൽ വന്ന് അവിടെ ഡാൻസ് കാണിച്ച് അതിൽ ഭ്രമിച്ചുകൊണ്ട് ഭാര്യയെ മറന്ന് ധർമ്മം ബോധമില്ലാതെ ഒരു കുട്ടിയെ ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഭഗവാൻ ഒരു വിമനൈസറായി മാറിയില്ലേ ശിവൻ? അത് കഴിഞ്ഞിട്ട് ഇത്രയും രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ലോജിക്കലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഏത് സമയത്താണ് ഭസ്മാസുരൻ, ഏത് യുഗത്തിലാണ് ജനിച്ചത്? ഈ പന്തളം തുടങ്ങിയത് ഇവിടെ സ്വാമി ഭദ്രാനന്ദ പറയുന്നത്, അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആരോപണം കൂടി, അതായത് ഇതുമായി ബന്ധപ്പെട്ട പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.